തൊഴിലാളി പ്രക്ഷോഭ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുക, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC-യുടെ നേതൃത്വത്തിൽ 2025 ജനുവരി 17 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായി പ്രക്ഷോഭ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റന് വിവിധ സംഘടനകൾ ഹാരാർപ്പണം നടത്തി. തുടർന്ന് പ്രക്ഷോഭ ജാഥയ്ക്ക് ആധാരമായ വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ജാഥ ലീഡറായ TJ ആഞ്ചലോ സംസാരിച്ചു. 1920 മുതൽ ഇന്ന് വരെ ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും എല്ലാം അത്തരം നിലപാടുകളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് നിന്ന് ജാഥ തുടങ്ങുമ്പോൾ നമ്മുടെ സീനിയർ നേതാവ് താവും പറഞ്ഞു, കാനന്ദായന്റെ നേതൃത്വത്തിൽ 40 ദിവസക്കാലം നീണ്ടുനിന്ന കാൽനട ജാഥ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിച്ചേക്കായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് VS മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ 3 ജാഥകൾ കേരളത്തിൽ പര്യടനം നടത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് തൊഴിലാളികളുടെ മാർച്ച് സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഏത് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു എന്ന് നോക്കിയല്ല. സംഘാടക സമിതി ചെയർമാൻ N. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KG ശിവാനന്ദൻ ഡയറക്ടറും KK അഷ്റഫ് വൈസ് ക്യാപ്റ്റനുമായ പ്രക്ഷോഭ ജാഥയിൽ R. പ്രസാദ്, P. സുബ്രഹ്മണ്യൻ, വിജയൻ കുനിശ്ശേരി, KV കൃഷ്ണൻ, CK ശശിധരൻ, ചെങ്ങറ സുരേന്ദ്രൻ, K. മല്ലിക, എലിസബത്ത് അസീസി, PK നാസർ എന്നിവർ അംഗങ്ങളാണ്. സ്വീകരണ പരിപാടിയിൽ KC ജയപാലൻ, CK ശശിധരൻ, KS കുര്യാക്കോസ്, T. കൃഷ്ണൻ, P. വിജയകുമാർ, ബിജു ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ A. ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.